ശക്തി സ്വരൂപന്മാരെ, ദൈവങ്ങളെ, MA കാരനായ എനിക്ക് 800 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് നിങ്ങൾ തന്നത്. പരാതിയുണ്ട്, പക്ഷെ ഞാൻ അത് തൽക്കാലം പ്രകടിപ്പിക്കുന്നില്ല. എത്രയോ എരപ്പാളികളെ നിങ്ങൾ ലക്ഷപ്രഭുക്കളാക്കുന്നു. എന്റെ നേരെ ഒന്ന് കണ്ണു തുറന്നൂടെ? ഹരിയാന മഹാലക്ഷ്മിയുടെ 5 ടിക്കറ്റുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ഇഷ്ടമുണ്ട് അടുപ്പിക്കണം. ആകെ ഇതാ ഉള്ളത്. എല്ലാ ചെലവും കഴിഞ്ഞ് ബാക്കി വെച്ചതൊന്നുമല്ല. ഒരു മണിപ്പേഴ്സല്ലേ, വെറുതെ ഇതിനെ നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചു വെച്ചതാ. ഹരിയാന സ്വാമി ശരണമയ്യപ്പ. ഒന്നാം സമ്മാനം 1 ലക്ഷം രൂപ. ഇല്ല, നമ്മൾ UA ഇല്ല. എന്തിനാ ഇങ്ങനെ മനുഷ്യരെ കൊരം കളിപ്പിക്കുന്നത്? തല്ലുകൊണ്ടുണ്ടെങ്കിൽ അവിടെ നിന്നോ. ആദ്യ പ്രസംഗി മെനയില്ലാത്ത ആസത്ത് കളർപെൻസിലില്ലാണ്ട് ഞാൻ സ്കൂളിൽ പോയില്ല. മാപ്പ് വരയ്ക്കുമ്പോ ഓരോ കൺട്രിക്കും ഓരോ കളർ വേണമെന്ന് ടീച്ചർ പറഞ്ഞു. ആ ടീച്ചറിനോട് ഇന്നോടൊന്ന് ക്ഷമിക്കാൻ പറ. ഇന്ന് 1-ാം തീയതി അല്ലേ, മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ. വൈകുന്നേരം വരുമ്പോ എന്റെ മോക്ക് എല്ലാ കളർ പെൻസിലും മാമൻ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. അമ്മേ, എനിക്കൊരു നായ്ക്കുട്ടി വേണം. അമ്മയുടെ കുട്ടിന് ഇത്ര വേഗം ഉണർന്നോ? എന്റെ മോക്ക് എന്ത് നായ്ക്കുട്ടിയാ വേണ്ടത്? കടിക്കുന്നത് വേണോ കടിക്കാത്തത് വേണോ? കടിക്കാത്ത നായ്ക്കുട്ടി. ആ, ഇന്ന് മാമന് ശമ്പളം കിട്ടുന്ന ദിവസമല്ലയോ. വൈകുന്നേരം വരുമ്പോ എന്റെ കുട്ടന് മാമൻ നല്ല 1-ാം തരം നായക്കുട്ടിയെ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ. ഇപ്പൊ പോയി പല്ലിയൊക്കെ കൂട്ടാ. രാധേ രാധേ, ബാലഗോപാലന് മാസപ്പടി കിട്ടുന്നത് ഇന്നല്ലയോ? എനിക്കറിഞ്ഞൂടാ. ഇന്നലെ ദേവി പറഞ്ഞല്ലോ. എന്നാ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇങ്ങക്കൊക്കെ കളി തമാശയാ. അവനൊരു പണി കിട്ടിയ പഴയടത്തമ്പലത്തിലെ ഭഗവതിക്ക് 10 കുറ്റി വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് നേർന്നത് ഞാനാ. മാസം 6 ആയില്ലേ. നിങ്ങൾക്കൊക്കെ അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടോ? ഒറ്റ ഒരെണ്ണത്തിനില്ല ഈശ്വര വിചാരം. രക്ഷിക്കണേ എന്റെ അയ്യപ്പ. ദൈവമേ, ഹരിയാന ഇത്തവണ എന്നെ തഴഞ്ഞു. ഇന്ന് ശമ്പള ദിവസം ഒരു 100 കൂട്ടം പ്രശ്നമുണ്ട്. ഉള്ളതുകൊണ്ട് ഓണം പോലെ എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് തരണേ. എല്ലാം സോൾവ് ചെയ്തേക്കാം ഭക്ത. ഇവിടെ പക്ഷെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ഗുരുതരമായ ആ പ്രശ്നങ്ങളൊക്കെ മുൻവശത്ത് വെയിറ്റ് ചെയ്യുക. എല്ലാരും ഉണ്ടല്ലോ. എന്താ വിറക് 75 രൂപ. ശരി, എന്താ വിറകിന്റെ വില? പാല് 150. അല്ല, ഇതെന്താ രാവിലെ എല്ലാരും കൂടെ?
ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. അയ്യോ, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല. വൈകുന്നേരം വരണം, മറക്കണ്ട. നിൽക്കണു. ദേ, ഇങ്ങനെ. ഈ പാല് മുഴുവൻ വെള്ളമാണെന്നല്ല. വേണ്ട, നിർത്തിയേക്കാം. നിർത്താൻ വേണ്ടി പറഞ്ഞതല്ല. ശരി, ഓ. കാണാം. സാർ, ഈ പത്രത്തിന്റെ പൈസ ഉണ്ടോ സാർ? വൈകുന്നേരം വരും, ഞാൻ ഇറങ്ങി കഴിഞ്ഞു. ആ. ബാല, ബസ്സിൽ വരുന്നില്ലേ? കാലത്ത് ഇത്തിരി നടന്നില്ലെങ്കിലേ പിത്തം പിടിക്കും. വരുന്നേ വാ, ഒരു എക്സസൈസ് ആവട്ടെ. ബസ് ചാർജ് വേണം, ഞാൻ കൊടുക്കാം. കയ്യിലിരിക്കട്ടെ, കാശിന് വേറെ ആവശ്യം വരും. ഈ പ്രായത്തിൽ നടന്നില്ല പിന്നെ എപ്പോഴാ നടക്കുക? ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം ബാലം ബസ്സിൽ പോകും. അത് കഴിഞ്ഞാൽ നടന്നു പോകും. എക്സസൈസ് ആണ്. അതെ അതെ. സംഘടന ബോധം ഇല്ലാത്ത ഒരു തൊഴിലാളിക്കും ഈ നാട്ടിൽ ഒരു രക്ഷയുമില്ല. മുതലാളി എതിർക്കാനല്ല, നമ്മുടെ തന്നെ സംരക്ഷണത്തിനാ യൂണിയൻ. നമ്മുടെ ആവശ്യങ്ങൾ അനുവദിച്ച് തന്നില്ലെങ്കിൽ അതേപ്പറ്റി അന്വേഷിച്ചാൽ പോരെ? പോരാ, തൊഴിലാളിക്ക് വേണ്ടത് സിമ്പതിയല്ല, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളാ. നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം. അതാവേ, അന്ന് വൈകുന്നേരം ഒരു ചർച്ചയുണ്ട്, വരണം. എന്ത് ചർച്ച? യൂണിയൻ ഫോം ചെയ്യണമെന്ന് തന്നെയാ പൊതുവെയുള്ള അഭിപ്രായം. ഇപ്പൊ കിട്ടുന്ന ശമ്പളം കൂടി ഇല്ലാതാക്കണം. എന്റെ പൊന്ന് കർണാട്ട, മനുഷ്യനെ കഞ്ഞിയും വെള്ളം കൂടി ജീവിക്കാൻ സമ്മതിക്കും. ബീരുക്കൾക്ക് കൈവരഞ്ഞ് തന്നെയാ വിധിച്ചിട്ടുള്ളത്. വേറെ വാടക 250. കടം വാങ്ങുക, കടം. സാർ, എം ഡി വിളിക്കുന്നു. എന്നെ? അതെ. ലോട്ടറി അടിക്കാതെ ഒരു രക്ഷയില്ല. സാർ വിളിച്ചോ? ആ, ഉവ്വ്. യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ എവിടം വരെയായി? എനിക്കറിയില്ല സാർ. അതെന്താ, യൂണിയൻ ചേർന്നില്ലേ? ഞാൻ അങ്ങനത്തെ ഒരാളല്ല സാർ. പല ഭാഗത്തുനിന്നും പ്രഷറുണ്ട്, പക്ഷെ ഞാൻ ചേരില്ല. കാരണം? എനിക്ക് യൂണിയനേക്കാൾ വലുത് കമ്പനിയാണ് സാർ. ആ, കമ്പനി നഷ്ടത്തിലാണ്. അതെനിക്ക് പണ്ടേ അറിയാം സാർ. പണ്ടത്തേതിനേക്കാൾ നഷ്ടത്തിലാണ് ഇപ്പോൾ. അതും ഞാൻ ഊഹിച്ചു. എങ്ങനെ? കമ്പനികളെല്ലാം തന്നെ പൊതുവെ നഷ്ടത്തിലാണെന്ന് എനിക്കറിയാം സാർ. മിസ്റ്റർ ബാലഗോപാലൻ, എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് ഇതിനകത്ത് കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സാർ. എന്ത് വന്നാലും ഞാൻ യൂണിയനിൽ ചേരില്ല, എന്നെ വിശ്വസിക്കാം. എങ്കിൽ എല്ലാ സുരക്ഷിതത്വവും മിസ്റ്റർ ബാലഗോപാലിന് ഇവിടെ നിന്ന് ലഭിക്കും. താങ്ക് യു സാർ. ചെല്ലു, ചെന്ന് ആത്മാർത്ഥമായി പണിയെടുക്കും. എടുക്കാം സാർ. ഹലോ, എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ബാലഗോപാലൻ പോയോ? ഇല്ല, അകത്തുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടിയോ? എന്താ ബാലഗോപാലൻ, നിങ്ങൾക്ക് കാശ് തരാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ചോദിച്ചെന്ന് മാത്രം. വരട്ടെ. നീ എന്താ അകത്ത് വരാത്തെ? ഇവിടെ നിന്നാ ഏത് വഴി പോയാലും നിന്നെ കണ്ടുപിടിക്കാമല്ലോ എന്ന് ഓ, കരുതി. അത് ശരി. അപ്പൊ എന്നെ പറ്റിയുള്ള നിന്റെ ധാരണ ഏതാ? അതൊന്നുമല്ല, നീ ചിലപ്പോ മറന്നുപോയാലോ എന്ന് കരുതി. നീ ഒരു നല്ല ഫ്രണ്ടല്ല. നിനക്ക് ആത്മാർത്ഥമില്ല. ആത്മാർത്ഥതയുടെ ആവശ്യത്തിന് കൊണ്ടുപോകാനേ, നീ രൂപ എടുക്ക്. ശമ്പളം കിട്ടിയില്ല. രൂപ എടുക്കടാ. ശമ്പളം നാളെ കിട്ടുള്ളൂ, എന്നെ എടാ, വിശ്വാസം നിന്റെ ഡാ ഒന്നും എന്റെ അടുത്ത് വേണ്ട, നീ ഒളിച്ചു വെച്ചാലും ഞാൻ രൂപ എടുക്കാം. നാളെ തരാം. ശരിയാകത്തില്ല, അത് ശരിയാകത്തില്ല. ദേ, ഇനി നമുക്ക് ധാരാളം തമാശയൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് വായി നോക്കി നടക്കാം. നീ വാ. എടാ, ഇനി എത്ര മാസം കൊണ്ട് ചിട്ടി തരും? ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലേ? അടച്ചില്ലെങ്കിൽ എന്താ, ഞാനാണല്ലോ ജാമ്യക്കാരൻ. അങ്ങനെ നിന്നെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് കളയെന്നാണ് നിന്റെ വിചാരം? അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ തല്ലും. എന്റെ കൈയും കക്ഷത്തിരിക്കല്ലേ. പിന്നെ എന്റെ 8 സെന്റ് സ്ഥലത്ത് ഐശ്വര്യമായിട്ട് ഞാനൊരു വേലി കെട്ടി. അപ്പൊ പ്രധാന പ്രശ്നം തീർന്നു. ഇനി വീട് കിട്ടിയാൽ മതിയല്ലോ. അതൊക്കെ ഞാൻ കെട്ടൂടാ. കമനീയമായ 2 നിലയുള്ള ഒരു സൗധം ഈ ബാലഗോപാലൻ അവിടെ കിട്ടും. പിന്നെ ഒരു കാര്യം, നിന്നെ അതിന്റെ അകത്ത് കേട്ടത്തില്ല, അതിൽ ദേഷ്യം തോന്നരുത്. ദേ, സന്തോഷം. ഞാൻ ദൂരെ ഒന്നും വല്ല ബൈനാക്കുറി കൂടെ സാറിന്റെ വീട് നോക്കിക്കോളാം. ബൈനാക്കുലേഴ്സ് വെച്ച് നോക്കാം, കുഴപ്പമില്ല. കേരള ഓണം 10 ലക്ഷം ടിക്കറ്റ് എടുക്കും സാർ.
കാണിട്ട് വാടേ. ന്യൂമറോളജി പ്രകാരം നല്ല നമ്പറാണെങ്കിൽ എടുക്കും. തമിഴ്നാട് സാർ വേണ്ട, ഞാൻ പറയാം. ഹരിയാനയുടെ ഉണ്ടോ മഹാലക്ഷ്മി? മഹാലക്ഷ്മി എടുത്തേ. ആ. ശരി. ആ. 4.55 ലക്ഷം. അതിനെ ഒരു കാപ്പി വാങ്ങിച്ചു. ശമ്പളം കിട്ടുന്ന ദിവസങ്ങൾ നിനക്കൊന്ന് ലാവിഷായിക്കൂട്ടല്ലേ? ശരി, നിന്റെ ആശയം ഇന്ന് ഞാൻ തീർക്കും. ആ. വാ. ശരി. എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് ആക്രാന്തം തീരുന്നവരെ ഓർഡർ ചെയ്ത് കഴിച്ചു. എനിക്ക് ഒറ്റ ആക്രാന്തം മാത്രമേ ഉള്ളൂ. നിന്നെ കൊണ്ട് കുറെ കാശ് ചിലവാക്കി. എടാ നാരണൻകുട്ടി, ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലടാ. ഇങ്ങനെ ഇപ്പൊ തിരിഞ്ഞു നോക്കല്ലേ, ഇപ്പൊ തിരിഞ്ഞു നോക്കരുത്. നമ്മുടെ പുറകെ ഇരിക്കുന്ന പാർട്ടീസിനെ നോക്കിക്കേ. ലൈനാ, ലൈൻ ലൈൻ. ഞാൻ നാളെ ബീച്ച് വെച്ച് കണ്ടു. തിരിഞ്ഞു നോക്കല്ലേ. ഇവിടെ ഇവന്മാർക്കൊക്കെ നാണമില്ലടാ ഇവളുമാരുടെ പുറകെ നടക്കാൻ. അതുമല്ല ഭാര്യയും ഭർത്താവുമായിരുന്നു. അല്ലല്ലേ, ഇവൻ നാല് ദിവസം ഇവളുടെ വീട്ടിന്റെ ഇപ്പുറത്ത് വെച്ച് ബൈക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു കണ്ടു. ഓഹോ, അപ്പൊ നീ സ്ഥിരമായിട്ട് വാറ്റിക്കൊണ്ടിരിക്കാനല്ലേ? വാച്ച് ചെയ്തല്ല, അബദ്ധത്തെ ഞാൻ കണ്ടുപോയതാ. അത് നിനക്ക് എന്താണ് ഇത്ര അസൂയ? അസൂയ എനിക്കോ? എന്തിന്? 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഒരു പെണ്ണിന്റെ പുറകെ നടക്കാൻ ഞാൻ തയ്യാറല്ല. നാണക്കേട്. അതിന് നിന്റെ ഏതെങ്കിലും പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? അതിനിഷ്ടപ്പെടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവിടെ ഇവളുമാരുടെ പുറകെ സിനിമാ തിയേറ്ററിൽ പോവാ, റെസ്റ്റോറന്റിൽ പോവാ, ബീച്ചിൽ പോവാ. ഇവിടെ കൊടുത്തിരിക്കുന്ന സാരി നന്നായിരിക്കാന്ന് പറയാ, പൊട്ട് ഭയങ്കരമായിരിക്കാന്ന് പറയാ. ഒരുപാട് നാണക്കേട്. ദേ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിന്റെ മനസ്സൊന്ന് വിശകലനം ചെയ്യട്ടെ. എന്താ? നീ ഈ പറഞ്ഞ വികാരത്തിനാണ് മലയാള ഭാഷയിൽ മുന്തിരിങ്ങ പൊളിക്കുമെന്ന് പറയും. ഒരുപാട് മറ്റേടത്തെ വർത്താനം. ഞാനിപ്പോ തമാശ പറഞ്ഞല്ലേ? വേണ്ട. ഓ അത് ശരി. കാപ്പിയുടെ പൈസ കൊടുക്കാനുള്ള നമ്പർ ആയിരിക്കും. ശരി, വേണ്ട. അയ്യേ അയ്യേ അയ്യേ. നോക്കിയേ കാശ്. Mary had a little lamb. Its fleece was white as snow, and everywhere that Mary went, the lamb was sure to go. He followed her to school one day. That was against the rule. It made the children laugh and play to see the lamb at school. ഇതാ കളർ പെൻസില്, നായക്കുട്ടി. എന്തിനാ ബാല ഇങ്ങനെ കാശ് കണ്ടമാനം കളയുന്നത്? ഓ, ഇതിനധികം കാശൊന്നും ആയില്ലേ ചേച്ചി? ഇനി മാപ്പം പറഞ്ഞ് ഇവിടെ കിടന്ന് കൂവിയാലുണ്ടല്ലോ. നോക്കിക്ക നിന്നെ ഞാൻ. എണ്ണിച്ചുട്ട് അപ്പം പോലെ മാമന് കിട്ടുന്ന കാശുകൊണ്ടേ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ. രണ്ട് കിണിങ്ങള്. ഇത് ശരിക്കും ശബ്ദം വരുന്നില്ലല്ലോ. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ശബ്ദം കേൾക്കുന്നത് നിന്റെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചു തരാൻ പറ. ഓട്ടർ കേൾക്കടി എന്നാ പെൻസില്. ശബ്ദം കേൾക്കുന്നില്ല അത്രേ. ബാല, ചന്ദ്രേട്ടനെ ഇന്നും കണ്ടില്ലല്ലോ. വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ? പെണ്ണവേലും തേക്കരുത് 100 തവണ പറഞ്ഞിട്ടുള്ളതാ. കേക്കണ്ടേ? പിന്നെ രാത്രിയും പകലുമുള്ള ഈ ഓട്ടോ ബസ്സിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ. ഇന്ന് വന്നില്ലെങ്കിൽ പിള്ളേരുടെ ഫീസ് ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല. എന്നാലും 10 മണിക്കുള്ളിൽ കൊടുത്താലും മതി. പക്ഷെ ഫൈൻ വേണമെന്ന് പറയും. 2 ദിവസക്കുള്ളിൽ ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല? എന്നാലും 2 ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം? തളർന്ന ഒരാൾ വീട്ടിലേക്ക് വന്നു വരുമ്പോ കാശിന്റെ കാര്യം പറയാൻ പറ്റുമോ? നേരം വളരുന്നതിനും അങ്ങ് പോവുകയും ചെയ്തില്ലേ? കുട്ടികൾ പഠിക്കാൻ പോണ കാര്യമൊക്കെ ചന്ദ്രേട്ടന് അറിഞ്ഞൂടെ? നിനക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു? ഒക്കെ കഴിഞ്ഞു. എന്നാ അവിടെ തന്നെ ഒന്നു. കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു. പാലും പേപ്പറും ഒക്കെ ഈ നേരം വരെ കാത്തിരുന്നു. കാലത്ത് കൊടുക്കാം. കുട്ടികളുടെ ഫീസ് എന്തായാലും ബാലേട്ടൻ തന്നെ കൊടുക്കേണ്ടി വരും. വൈകിയോ ഫൈനും. ചന്ദ്രേട്ടൻ ആരാ പുള്ളി? ഫീസിന്റെ കാര്യം മാത്രം ഭയങ്കര മറവി. എന്തെങ്കിലും ആവട്ടെ. നീ എന്തിനാ വെറുതെ ചേച്ചിയെ ദേഷ്യം പഠിപ്പിക്കുന്നത്? ഒരു ദിവസം 50 രൂപയാണ് എത്ര ഒരു കണ്ടക്ടർക്ക്. പിന്നെ ചന്ദ്രേട്ടൻ ആയതുകൊണ്ട് ടിക്കറ്റ് എഴുതാതെ കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. വിശക്കുന്നില്ലേ? എന്നാ ഞാൻ എടുത്തു വെക്കാം. ബാലഗോപാലം വന്നോ? വന്നു മുത്തശ്ശി. പക്ഷെ കിടക്കുക. ഭയങ്കര തലവേദനയാണത്രേ. എന്ത് പറ്റി എന്റെ കുട്ടിക്ക്? വേണ്ട മുത്തശ്ശി, ബാലേട്ടൻ കിടന്നോട്ടെ. ഈ ബോഡി എന്റെ കുഞ്ഞിന് എന്തു പറ്റിയോ എന്തോ. മുത്തശ്ശി അവള് ചുമ്മാ പറഞ്ഞതാ, എനിക്കൊന്നുമില്ല. മിണ്ടാതിരുന്നോണം. നെറ്റി ചുട്ടുപൊള്ളുക. വല്ലവും വന്ന് കടന്നു പോയാ എന്താവും സ്ഥിതി? എന്റെ അണ്ടല്ലോ കാവിലമ്മേ, ഒരു പട്ടും വളയും തന്നോളാമേ. എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിക്കൊടുക്കണം. മുത്തശ്ശി, ഒരു തലവേദനയ്ക്ക് ഇത്ര വലിയ നേർച്ച വേണോ? അതും ഇല്ലാത്ത തലവേദനയ്ക്ക് നീ ഒന്നും പറയണ്ട.
എന്തായി മാസപ്പടി കിട്ടിയില്ലേ? ആ കിട്ടി. പഴയുടെ അമ്പലത്തിലെ വെളിച്ചെണ്ണയുടെ കാര്യം നീ മറന്നു? അയ്യോ കൊടുക്കാം. ചേട്ടാ, ഹൗസ് ലോണിന്റെ പേപ്പറാണെന്നാ തോന്നുന്നത്. കാലത്ത് വന്നതാ. എന്താ പാലിട്ടാ, ശരിയാവൂ? സ്കീമില്ലാത്രേ. എന്തില്ലെന്നാ എന്റെ ഭഗവതി? മുത്തശ്ശി, ഇതൊന്നുമല്ല. മുത്തശ്ശി പോയി കിടന്നേ. എനിക്കറിയാൻ കിടക്കാൻ. നീ പറഞ്ഞിട്ട് വേണ്ട. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. തൽക്കാലം ലോൺ തരാൻ നിവൃത്തിയില്ല അത്രേ. ഒന്നാമത്തെ കാര്യം ഹൗസിംഗ് ബോർഡിന് ഫണ്ടില്ല. രണ്ടാമത്തെ കാര്യം സ്ട്രോങ് റെക്കമെൻഡേഷൻ ഇല്ല. ചുമ്മാ കാശ് ചോദിക്കാനല്ല സാറേ. 8 സെന്റിന്റെ സെക്യൂരിറ്റി. പിന്നെ വീട് പണിയുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ പേയ്മെന്റ് എടുത്തുള്ളൂ. മണി സേഫ്. പിന്നെ വീട് പണിത് കഴിയുമ്പോൾ അത് സെക്യൂരിറ്റിയായി മാറുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഓരോ ആപ്ലിക്കേഷന്റെ പിന്നിലും കാണും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ്. ആ വഴിക്ക് ശ്രമിച്ചു നോക്ക്. അപ്പൊ റെക്കമെൻഡ് ചെയ്യാൻ ഒരു മന്ത്രിയോ രാഷ്ട്രീയ നേതാവോ ഇല്ലാത്തവർക്കാർക്കും ഈ നാട്ടിലൊരു കൂരേറ്റി പാർക്കണ്ടേ? പിന്നോക്ക സമുദായക്കാരനായിരുന്നെങ്കിൽ എളുപ്പം ലോൺ കിട്ടുന്ന ഒരു സ്കീം ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് പിന്നോക്ക സമുദായം ആവാൻ പറ്റില്ലല്ലോ. മിസ്റ്റർ ബാലഗോപാലൻ, ഇതുപോലുള്ള ഓഫീസുകളിൽ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് പുറകിലൊരു വാതിലുണ്ട്. മേശയ്ക്ക് അടിയിലൂടെ ചില പ്രയോഗങ്ങളുണ്ട്. വഴി പറഞ്ഞു തന്നെ വളരെ നന്ദി. എന്റെ കാര്യമല്ല. അല്ല, സാറിന് തരാം, നിങ്ങൾക്ക് തരാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൊടുക്കാം. മിസ്റ്റർ ബാലഗോപാലൻ, ബാലഗോപാല, കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. എന്നെ പിടിച്ച് എക്സിക്യൂട്ടീവിൽ ഇട്ടിരിക്കുക. ബാലിനോട് പൊതുവെ കരുണേട്ടനും മറ്റും അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് യൂണിയനിൽ ചേരാൻ പേടി എന്റെ കുട്ടപ്പഞ്ചേട്ടാ. ഒരു മാസത്തെ ശമ്പളം പോയാൽ എല്ലാ പദ്ധതികളും കുഴയും. ഞാൻ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. സെക്രട്ടേറിയറ്റിൽ പോകണം, ഹൗസ് ലോൺ ശരിയാക്കണം. ഈ വൈറ്റ് കോളർ ജോലി നിർത്തിയിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. അതിലേ ഉള്ളൂ അല്ലേ ഫലവും. ശ്രമിച്ചു നോക്ക്. MD ഒന്ന് മണിയടിച്ചാൽ മതി. യൂണിയനിൽ ചേരാത്തതുകൊണ്ട് പുള്ളിക്കാരെ സമ്മതിക്കും. അത് ശരിയാ. ഈ സെയിൽസ് ക്യാൻവാസിംഗ് നടത്തിയ കമ്മീഷൻ കിട്ടും. അതൊരു എക്സ്ട്രാ വരുമാനമാണല്ലോ. ഒന്ന് മണിയടിച്ച് നോക്കാം. സെയിൽസ് ക്യാൻവാസിംഗ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ. എടുക്കാം സാർ. ആ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യേണ്ടി വരും. അത് കട്ട് ചെയ്താലും കമ്മീഷൻ കിട്ടുമല്ലോ സാർ. അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മിടുക്കുപോലിരിക്കും. ആ മിടുക്കുള്ളത് കൊണ്ടാണല്ലോ ഒരു കൈ നോക്കാവുന്ന എഴുതിയത്. പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ പ്രചാരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ചുറുചുറുക്കും വാചാലതയുമാണ്. എനിക്ക് അതില്ലേ സാർ. യു ആർ സ്മാർട്ട്. ട്രൈ ടു ബി പ്ലീസിംഗ്. മര്യാദയോടെ ബഹുമാനത്തോടെ നമസ്തേ പറഞ്ഞുകൊണ്ട് വേണം കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ചെല്ലാൻ. നമസ്തേ. എന്താ? ഐ ആം TP ബാലഗോപാൽ MA ഫ്രം ഫാൽക്കൺ പ്രോഡക്ട്സ്. നിങ്ങളുടെ വീടുകൾ മോടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹലോ, ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻലിയർ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതാണ് ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം. എന്ത് മിനുക്കം, എത്ര എളുപ്പം, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഇപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. നാനാവർണ്ണത്തിലുള്ള വാൾപേപ്പറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പോഴെന്നല്ല, എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കാം ഫാൽക്കൺ പ്രോഡക്ട്സ്. പൊടി പുരണ്ടാലോ ചളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴിക്കളയാം. ക്ഷമിക്കണം, ഞാൻ എന്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചു തരാം. വരൂ വരൂ. എടോ, ഞങ്ങൾക്കിത് താല്പര്യമില്ല. സർ, ജസ്റ്റ് സീ പ്ലീസ്. ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? മാഡം, ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് കാണുന്നതിനെന്താ? പ്ലീസ് ഒന്ന് ജസ്റ്റ്. ഇതാ ഫോർ എക്സാമ്പിൾ. ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടോ എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് കഴിക്കളയാം. എന്താ ഈ കാണിക്കുന്നത്? I'm sorry. Get out! My bag. Get out, I say! Sorry. Please. താൻ ഒന്നും വേണ്ട. ഉപദ്രവിക്കരുത്, പ്ലീസ്. ക്ഷമിക്കണം. സോറി. I'm sorry. Sorry. വാൾപേപ്പർ. എനിക്കൊരു സംശയം. ഇങ്ങനെ ഓരോന്നിന്റെ പേരും പറഞ്ഞ് പകല് വന്ന് സ്ഥലവും കണ്ടുവെച്ച് രാത്രി കക്കാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ അക്കൂട്ടത്തിൽപ്പെട്ടതാവോ? വിശ്വസിക്കാൻ പറ്റില്ല.
പട്ടി കടിക്കും, സൂക്ഷിക്കുക. ഇവിടെ ആരുമില്ലേ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ആൾത്താമസമുള്ള വീടാണോ? എന്തു വേണം? നമസ്തേ. ഓ, നമസ്തേ പറയാൻ വന്നാണോ? എവിടുന്നാ? ഞങ്ങളുടെ വിസ്തരിക്കണ്ട, പിരിവിന് വന്നതല്ലേ. 5 പൈസ ഇവിടുന്ന് സംഭാവന കിട്ടുന്നു വിചാരിക്കണ്ട, സംഭവിക്കുള്ളൂ. അയ്യോ മാഡം, എന്നെ തെണ്ടിയെന്നോ കള്ളനെന്നോ വിളിച്ചോളൂ, പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്. പിന്നെ ആരാ? ആഹാ, എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള എല്ലാവരും അത്യധികം ഇഷ്ടപ്പെടുന്ന ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നോക്കൂ. മനുഷ്യനൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? സോറി സാർ, ടൈം ഇസ് 9:30. അതുകൊണ്ടാ. എത്ര ഭംഗി, എന്തൊരു എളുപ്പം. നോക്കട്ടെ. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂരൊരു പൂങ്കാവനമായി പൂത്തുല്ലസിക്കാൻ പോവുകയാണ്. മന്ത്രമല്ല, മായല്ല. ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം. നാനാ വർണ്ണ ഇവിടെ വന്നുകൊണ്ട് ഒച്ച വെച്ചാൽ എന്റെ വിധം മാറും. എന്താ ഇതിന്റെ വില? ഇതിന്റെ വില എന്ന് പറഞ്ഞു എന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ചാടുന്നത്? ദോഷം പറയരുതല്ലോ. ചുമരിലൊട്ടിച്ചാ നല്ല ഭംഗി. ഒട്ടിക്ക് 10,000 അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, തറവാട്ടിന് കൊണ്ടുപോകുന്ന സ്വത്ത്. സാരമില്ല മാഡം, മാഡത്തിനെ പോലെ എല്ലാവർക്കും കലാവാസന ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. നോക്കിക്കോ, ഞാൻ വീട് മുഴുവനും വാങ്ങിച്ച് ഒട്ടിക്കാൻ പോവാ. നമുക്ക് ഒട്ടിക്കാം. ആദ്യം ഞാനിത് ഒട്ടിച്ച മാഡത്തിന് ഇതിന്റെ ഭംഗി ആയിരിക്കാം. വരും. മോളെ, ഇത് ചുമരിലൊട്ടിച്ചാൽ ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നാനാ വർണ്ണത്തിലുള്ള. അമ്മ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? മോളെ, ഇത് ചുവരിലൊട്ടിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു അല്ലേ? മാഡം, ഞങ്ങളുടെ ഈ ഫാൽക്കൺ പ്രോഡക്റ്റ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വലിയ കഷ്ടമുണ്ടമ്മേ. അറിയാത്തതുകൊണ്ടാ. ഞങ്ങളുടെ ഈ നാനാ വർണ്ണത്തിലുള്ള പൊയ്ക്കോളൂ, പൊയ്ക്കോളൂന്ന്. പോട്ടെ. എക്സ്ക്യൂസ് മീ, ഫാൽക്കൺ പ്രോഡക്ട്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് ഫാൽക്കൺ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. പൊടി പുരണ്ടാലോ ചെളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളം കൊണ്ട് കഴിക്കളയാം. പെയിന്റിലായി പോകുമെന്നോ കുളിർന്ന് കീറി പോകുമെന്നോ ഇതൊന്നും ഭയപ്പെടാനില്ല. അതിന് ഞാനെന്ത് വേണം? ഫാൽക്കൺ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തിരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കസ്റ്റമർ, അത് നിങ്ങളുടെ അമ്മയായിരിക്കും അല്ലായിരിക്കും, ഞങ്ങളുടെ കമ്പനിയുടെ വാൾപേപ്പറിന് ഓർഡർ തരാൻ വരികയായിരുന്നു. നിങ്ങൾ അത് തടഞ്ഞു. കാലത്തിന്റെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണോ? ഒരു സെയിൽസ് റെപ്പിന്റെ അധ്വാനം. നിങ്ങൾ ഷട്ടപ്പറയാണ്, ഞാനും ഷട്ടപ്പറയേണ്ടി വരും. ഫാൽക്കൺ പ്രോഡക്ട്സ് ആരുടെ മുമ്പിലും തലവണിക്കാൻ കാര്യമില്ല. ഇയാൾ വെറുതെ ശല്യപ്പെടുത്താൻ വരുന്നു. ഞാൻ ഏതാ ഇയാള്? എനിക്കറിയില്ല. ഞാൻ ആരാടോ? കേടാണോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ ഉദ്യോഗസ്ഥനാണ്. കളിയാക്കാൻ തുടങ്ങിയിട്ട് കഞ്ഞി പാചകം നോക്കുന്നത് എന്താ പ്രശ്നം? എന്താ വെള്ളരിക്കാൻ പറ്റണോ? ഒരാളോട് സംസാരിക്കാൻ വേണ്ട. എനിക്ക് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരമുള്ളതാ. എനിക്കൊന്നും വേണ്ട.
ഞാൻ ഇപ്പൊ വിചാരിച്ചേ കാക്ക വരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു ഞാൻ ഇന്ന ഡേറ്റിന് വരുന്നു. തുടങ്ങി കളിയാക്കാൻ. ഇത്രയും നേരം പിള്ളേരെ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു. എന്നാ പിന്നെ ഇത്രയും കൂടെ നേരത്തെ വന്നുകൂടായിരുന്നു. പിള്ളേർ സ്കൂൾ പോയോ? അല്ല പിന്നെ ഫീസ് കൊടുത്തോ? ആ അത് പിന്നെ ബാലന് ഒരേ നിർബന്ധം. എന്ത്? ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല. എന്ത്? അവനും കൊടുത്തു. അത് വേണ്ടിയില്ലായിരുന്നു. എന്തിനാ ചന്ദ്രേട്ട ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങൾ എന്താ ഇവിടെ പട്ടിണി കിടക്കുക? അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? എല്ലാത്തിനും അതൊക്കെ ഒരു കടമയല്ലേ? ചന്ദ്രനോ? മുത്തശ്ശിക്ക് സുഖമാണോ? ഒരു കുഴപ്പവും ഇപ്പോഴില്ല. ഈശ്വര, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നീ ക്ഷീണിച്ചല്ലോ. അത്രയല്ലുള്ളൂ മുത്തശ്ശി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുപോകണ്ടല്ലേ? വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറ് മഴ ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12ാമത്തെ എയർപിൻ ബെന്റ് വരവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ഗോമജനും ബസ് നമ്മുടെ നമ്പിയുടെ ബസ് ഇത്ര ദൂരമുള്ളൂ. ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ടും കൽപ്പിച്ചിട്ട് കുഞ്ഞുക്കാൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഓടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് ഒരു 10,500 അടി താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ 1,500 അടി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയെ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി. പിന്നെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരുണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി, എന്റെ പൊന്നു മുത്തശ്ശി. അല്ലല്ല, ഈശ്വരനെ രക്ഷിച്ച്. എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ രോഗം കുത്തനേക്ക്? കണ്ടില്ലേ? ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിയുടെയും കുട്ടികളുടെയും അല്ല, ഇവളിപ്പോ അല്ല നീ ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് പോകല്ലേ? ഇവള് പോയില്ലേ മുത്തശ്ശി? ആ അത് പോട്ടെ. ആ ആക്സിഡന്റ് ഒന്നുകൂടെ പറഞ്ഞു ചന്ദ്രേട്ടാ. എത്ര അടി താഴ്ചയിലാ വീണത്? താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1,500 അടി ഉണ്ടായിരുന്നു. ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ടെന്ന് ആരെപ്പോഴാണ് നോക്കുന്നത്? ഇവള് ഒരു 19 രൂപയെങ്കിലും ആയി കാണുമല്ലോ മത്സ്യത്തിന്. ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര രൂപയാ ചെലവാക്കുന്നേ? എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു പോയി. അതെ, എന്നാ കുട്ടികളുടെ ഫീസ് കൊടുത്തോ? ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നുമില്ല. ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അത് എന്റെ വീട്ടിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല. ഇവിടെ ചുമ്മാ പറയാ. നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയേ. വേഗം ചെല്ലു വന്നേ, ഇത് മീൻ ചീഞ്ഞു പോവും. അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, എവിടെ? അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫീസിന്റെ കാശ് ചോദിച്ചു വാങ്ങിച്ചോളണം. ബസ്സിന്റെ കാശില്ലാതെ വിഷമിക്കുമ്പോ അത്ര ഔദാര്യൊന്നും വേണ്ട. ഫ്രീസിംഗിന്റെ അർത്ഥം എന്താ? ഫ്രീസിംഗ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞാ ഒരു സിംഗ് ഫ്രീ ആയി, അതാണ് ഫ്രീസിംഗ്. ഗ്ലാഡിന്റെ അർത്ഥം എന്താ? ഗ്ലാഡിന്റെ അർത്ഥം മോളെ അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഓരോ രാജ്യത്തും ഓരോരുത്തർ വായി തോന്നിയൊക്കെ പറയും. എന്റെ മോളെ ഒന്നും പഠിക്കുന്നു കേട്ടാ. ക്യാമലിന്റെ സ്പെല്ലിംഗ് എന്താ? കേമലിന്റെ സ്പെല്ലിങ് എന്താ? കേമലോ? ക്യാമൽ. കേമല്. ആ, KAMLA കേമൽ. KAMLA കേമൽ. ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാ. എന്താ പറഞ്ഞു? ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാ. എടി ഇതാണ് താഴെ പഠിപ്പിച്ചിരുന്നത്. എടി ഒന്നും അറിഞ്ഞൂടാ. അച്ഛൻ ഇതുവരെ വളർത്തിയെടുത്തില്ലേ? എടി രാധേ രാധേ കൂടിയത്ത് ബാലോ മല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജില് 1, 2, 3 എന്തിനോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ്, അതിനൊത്ത സൗന്ദര്യം. പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കിയവേ നല്ല അന്തസ്സുള്ള തറവാട് നമുക്ക് ചേർന്ന്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ? ബാലേട്ടന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ. കുറഞ്ഞതൊരു IAS എങ്കിലും വേണം.
ദേവിയുടെ വിചാരേ ഞാൻ നുണ പറയുന്ന കേട്ടോ വല. കുട്ടിയുടെ അച്ഛനായി ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞപ്പോ അയാൾക്ക് ഭയങ്കര താല്പര്യോ. പറയാൻ മാത്രം ബാലേട്ടനൊന്നും ഇല്ലല്ലോ. ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ്ണ് അന്വേഷിക്കണ്ട. സമയമാകുമ്പോൾ ഞാൻ പറയാം. പിന്നെ മറ്റൊന്നും തോന്നരുത്. കഴിഞ്ഞ മാസം കുട്ടികളുടെ അല്ല, കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലനോട് എനിക്കറിയാം. അത് മാത്രമല്ല രാധ ഇപ്പൊ പറയുകയും ചെയ്തു. അവരുടെ ഫീസിന്റെ രാധ എന്നോട് അതും പറഞ്ഞു. ചേച്ചിയുടെ കുട്ടികളല്ലേ, സ്നേഹിച്ചോളൂ, ആര് പറഞ്ഞു വേണ്ടെന്ന്. അതല്ല, പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലം തന്നെ ചെയ്യണം നിർബന്ധം പിടിച്ചാലോ? ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കൊരു അവസരം തരൂ. അത് വേണ്ട, ഒരു അച്ഛനും പറഞ്ഞു വേണ്ട. ബാലില്ലേ ചെലവിളി, അത് ശ്രദ്ധിക്കണ്ടേ? എന്തൊരു തലവേദന പാല, എന്തൊരു തലവേദന പാല. അയ്യോ, സഹിക്കാൻ കഴിയുന്നില്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ കേട്ടോ, പോട്ടെ. അയ്യോ, ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ? നീ പോയി ചോറോളും. ചേച്ചി ചന്ദ്രേട്ടൻ എഴുന്നേറ്റില്ലേ? 5:30 എഴുന്നേറ്റ് അപ്പ തന്നെ പോയി. 6:15 ഫസ്റ്റ് ട്രിപ്പാണത്രേ. അതെ, ചേച്ചി എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ പകുതി രൂപ എടുത്തായിരുന്നു. അയ്യോ, ഞാനതങ്ങ് പറയാൻ മറന്നുപോയി. നീ നല്ല ഉറക്കമായിരുന്നു. 50 രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ കൊടുത്തു. വല്ലപ്പോഴും എങ്കിലും നമ്മൾ വല്ലതും ചെയ്യണ്ടേ ബാല? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന കാശ. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് എന്ത് പറ്റാനാ? നീ അരി വാങ്ങിക്കാൻ വെച്ച കാശും എടുത്തേ. ഇന്ന് ബില്ല് അടച്ചില്ല, അവർ ഫ്യൂസ് ഊരിക്കൊണ്ടു. എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ, പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റിനാ ബസ് വരും. പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ. അല്ല, എനിക്ക് ലീവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നേനെ. പ്ലീസ്, പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം. എനിക്ക് ലീവില്ല. എന്റെ ശമ്പളം കട്ടായി പോകും. ഞാൻ നടക്കുന്നേ. പറ്റില്ല. ഇയാൾ നുണ പറയാ. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലേ? ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്? ഫാൽക്കൺ പ്രോഡക്ട്സിൽ അല്ലെങ്കിലോ? ഇവിടെ നിന്നായി കുരിശ കയറി വരുന്നത്. പ്ലീസ്, ഞാൻ നടക്കുന്നേടോ. രാവിലെ തന്നെ ഇറങ്ങും, ഒരു തട്ടിപ്പുണ്ട് പോകണം. ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞ പോകാൻ. എവിടെ നോക്കിയാണോ നിൽക്കുന്നത്? സോറി. ഒന്ന് ഒതുങ്ങിയേ. ടിക്കറ്റ് 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 2:70. ഒരാളാരാ? അതെ. ബാക്കി പിന്നെ തരാം. ആ ടിക്കറ്റ് ടിക്കറ്റ്. ഒരു ആരാ ടിക്കറ്റ് എടുക്കുന്നത്? ടൗൺ ഹാൾ. ടിക്കറ്റ് എടുത്തല്ലോ. ആരെടുത്തു? ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടക്ടർ, നിങ്ങൾ ടിക്കറ്റ് തരുന്നുണ്ടോ? 70 പൈസയുടെ 2 ടിക്കറ്റ് സാർ എടുത്തന്നേ. എനിക്ക് 50 പൈസ ടിക്കറ്റ് വേണ്ടത്. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാണ്. അത് ഞാൻ എടുത്തു. നീ വേണേ ടൗൺ പോകാൻ അറിയിക്കോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. അതാ. മിസ്റ്റർ, അനാവശ്യം പറയരുത്. വേണ്ട, ദേഷ്യം വരുമ്പോ ഇവളെന്നെ മിസ്റ്റർ എന്നാ വിളിക്കുന്നത്. ചുമ്മാ ഇരി. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി. സാർ പാവം. സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. നോൺസെൻസ്. ബസ് എടുത്തു, എനിക്കിവിടെ ഇറങ്ങണം. എന്തൊരു ദേഷ്യ. ബസ്സല്ലേ, ആൾക്കാർ കേൾക്കില്ലേ?
പറഞ്ഞത് കേട്ടില്ലേ, ബസ് ഓർത്തു. അതേ സമ്മതിക്കില്ല, അതൊന്നും കാണുമല്ലോ. താൻ ഏത് പ്രാദേശികത്തിനാ വരുന്നത്? കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി, ഇവക്ക് ബുദ്ധി വരട്ടെ. ഇതെന്തേ കാണിക്കുന്നത്? എന്ത് ചെയ്യാൻ ആശാനെ, ഭർത്താവായി പോയി. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് കവി പാടിയത് നിന്നെ പോലെയുള്ള കാർക്കോടന്മാരെ ഉദ്ദേശിച്ചാണ്. എന്താ നിന്റെ വിചാരം? ഈ പെൺകുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്നത് വലിയ ക്രെഡിറ്റ് ആണെന്നാണോ? അവൾ ഒരുമാതിരി പെണ്ണുങ്ങളായാൽ ആണുങ്ങളോട് ബഹുമാനം വേണം. ബഹുമാനിക്കാൻ നീ ഒരാളുടെ ഭർത്താവ് കുറെ പുളിക്കും അവർക്ക് എന്നെ ഭർത്താവെ കിട്ടാൻ. പല പോസുകയാണെന്ന് കരുതരുത്. പറ, നീ ഒരു മാനസിക രോഗിയാ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ മനസ്സിൽ ഒതുക്കി ഒതുക്കി അവസാനം നീ ഒരു സിനിക്കായി തീർന്നിരിക്കും. നീ ആരാ വലിയ മാനസിക രോഗ വിദഗ്ധനോ? പറ. സത്യം പറഞ്ഞാൽ ആർക്കും പിടിക്കില്ല, അതുകൊണ്ടാണ് നിനക്ക് ദേഷ്യം വന്നത്. ഇത് വലിയ കുരിശായല്ലോ. നീ അനാലിസിസ് നടത്തി എനിക്ക് നല്ല മാർഗമൊന്നും ഉപദേശിച്ചാറണ്ട. ഉണ്ടായ സംഭവം വെറുതെ ഒന്ന് പറഞ്ഞെന്ന് വെച്ച് കയറി വലിയ ആളാവാൻ നോക്കരുത്. അയ്യോ, ഉപദേശിക്കല്ല, ഒരു സജഷൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ആ കുട്ടി കല്യാണം കഴിയാത്ത കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ എന്നെങ്കിലും ഒരു ദിവസം ആ കുട്ടിയെ പെണ്ണ് കാണാൻ പോയെന്ന് വിചാരിക്കുക. എന്താ സ്ഥിതി? എന്താ സ്ഥിതി? ആ കുട്ടിക്ക് നീയുമായിട്ട് അഫയർ ഉണ്ടെന്ന് കരുതും. അപ്പൊ ഈ ചെറിയൊരു കാര്യം വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും. അത് പിന്നെ അത് ഇതൊന്നും അല്ല, ശുദ്ധ പോകരുതരം തന്നെ. ആണോ? സംശയം എന്ത്? മറുപടി ഒരാഴ്ചയും കൂടി വക്കീൽ ക്ഷമിച്ചേ പറ്റും. കാശില്ലാത്തതുകൊണ്ട് കേസിന് ക്ഷീണം വരാൻ പാടില്ല. കുറച്ച് രൂപ ഒരാൾ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. മറ്റന്നാ കേസ് എടുക്കും. എന്റെ കാര്യം പോട്ടെ, ഗുമസ്തന്മാരല്ലോ ദുർമുഖം കാണാൻ എനിക്ക് വയ്യ. പിന്നെ നിന്റെ കയ്യിൽ രൂപ വല്ലതിരിപ്പുണ്ടോ? ഉണ്ടുണ്ട്, ലക്ഷക്കണക്കിന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കല്ലേ. എത്ര ലക്ഷം വേണം? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. വക്കീൽ അപ്പുറത്തിരിപ്പുണ്ട്. ഓ, ഒരു വക്കീല്. ഇവിടെ എത്ര വക്കീൽ വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. ഇവിടുത്തെ കേസ് നടത്തി അവരൊക്കെ ഓരോ നിലയിലെത്തി. നിന്റെ കയ്യിൽ 50 രൂപ ഉണ്ടോന്നാ ചോദിച്ചത്. 5 രൂപ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ നാളെ മംഗളം വരികയെ വാങ്ങിച്ചേനെ. ജോർജ് കുറ്റിച്ചായന്റെ സ്നേഹപ്രതിജ്ഞ തുടർക്കഥ ഈ ആഴ്ച മുതൽ തുടങ്ങുക. അനിത പോയോ? എന്തിനാ? ചെന്ന് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. നേരാമണ്ണം ഉടുക്കാൻ ഒരു സാരി ഉണ്ട് ആ കുട്ടിക്ക്. അതിനെപ്പറ്റി ഒരു വിചാരമുണ്ട് നിങ്ങൾക്ക്? മോളെ, വക്കീലിന്റെ അപ്പുറത്ത് ഒരു 50 രൂപ കിട്ടിയേ പറ്റൂ. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിനക്കും മനസ്സിലാവില്ല. എന്റെ 5-6 ലക്ഷം ഞാൻ വെറുതെ നശിപ്പിച്ചു കളയണം. ആർക്കു വേണ്ടിയാണ് ഈ രൂപ? എനിക്ക് വേണ്ടിയാണെങ്കിൽ അച്ഛൻ ഇനി കേസ് നടത്തണ്ട. എനിക്കും വേണ്ട. ആർക്കും വേണ്ട, എനിക്ക് വേണം. എല്ലാം വിറ്റ് തുലയ്ക്കും ഞാൻ. എന്നാലും ശിവരാമനെ ഞാൻ തോൽപ്പിക്കും. മോർണിംഗ്. ദേഷ്യാണല്ലേ? ചെയ്തത് തെറ്റായിപ്പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. പെട്ടെന്നുള്ള വാശിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്. അത് എന്നോട് വെറുപ്പ് തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നെ ചീത്ത വിളിച്ചോളൂ, ഇഷ്ടം പോലെ ചീത്ത വിളിച്ചോളൂ. എന്ത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നുണ്ട്. രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. അത്രയും കുറ്റബോധം തോന്നി മനസ്സിൽ. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു ദിവസം കുട്ടിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു വിചാരിക്കുക. എന്തായിരിക്കും സ്ഥിതി? ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് കുട്ടിയുടെ കല്യാണം നടന്നില്ലെന്ന് വരും. ഞാൻ ചെയ്തത് പമ്പര വിട്ടുതരായിപ്പോയി. പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് പറയൂ. എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. വേണമെങ്കിൽ ചില അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചോളൂ. വഴക്ക് പറയാൻ എനിക്ക് കുറച്ച് സംസ്കാരം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാൽ അത് കൊള്ളാം. എന്ന് വെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലെ? മതി, തൃപ്തിയായി. പക്ഷെ ഇങ്ങനെ ധ്വനിപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കടുത്ത വാക്കുകൾ സുലഭമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തെണ്ടി, ബോറൻ, അലവലാതി, അങ്ങനെ പലതും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം അത് ഉദ്ദേശം മനുഷ്യനെ വഴിയെടുക്കാൻ സമ്മതിക്കില്ലേ? ഇല്ല. അല്ല, അതെ, ഈ കുറ്റബോധം മനസ്സിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. ഒരു വൈകാരികമായ അല്ല, ഈ മാനസിക സന്ദർഭം അല്ല, സമ്മർദ്ദം
വിരോധമില്ലെങ്കിൽ എന്നോട് പകയില്ല, വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഞാൻ ഫാൽക്കൺ പ്രോഡക്ട്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പേര് TP ബാലഗോപാലൻ, MA. ചോദിച്ചില്ല. വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. പറയുന്നതിനെന്താ? കുട്ടിയുടെ പേരെന്താ? സമയമാകുമ്പോ അറിയിക്കാം. ആള് വലിയ തമാശക്കാരിയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർക്ക് വട്ട. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഗൗരവക്കാരിയാണെന്നല്ലേ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള പാർട്ടി. എന്താ രണ്ടുപേരുടെ പിണക്കമൊക്കെ തീർന്നോ? അതിന് നമ്മൾ തമ്മില് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്നും ഗോതമ്പ് ദോശയാണോ? അതെ മുത്തശ്ശി. എന്റെ വയറിന് ഇത് പിടിക്കുകയില്ലെന്ന് എത്ര തവണ പറഞ്ഞതാ. 3 നേരം അരി വെച്ചാൽ ബാലേട്ടിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ പലചരക്ക് കടയിൽ കൊടുക്കാനേ കാണൂ. എന്തായി പറയണത്? 800 രൂപ കിട്ടുന്നില്ലേ അവന്? 200 രൂപ മാസപ്പടി കൊണ്ട് എത്ര കേമമായി നിന്റെ അച്ഛൻ കുടുംബം നടത്തിയിരുന്നതാ? അതൊക്കെ പണ്ടല്ലേ മുത്തശ്ശി. അന്ന് പറമ്പിൽ തേങ്ങയുണ്ടായിരുന്നു, അത്യാവശ്യത്തിന് നെല്ലും ഉണ്ടായിരുന്നു. ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടല്ലേ? എന്നാ എല്ലാവർക്കും അങ്ങോട്ട് പോയിക്കൂടെ? 1/2 ഏക്കറോളം ഭൂമി അവിടെ കാട് കയറി കിടക്കുകയല്ലേ. അവിടെ ഒരു സർപ്പക്കാവ് കെട്ടി എന്നും സന്ധ്യാനേരത്തൊരു തിരി കൊളുത്താതെ നമുക്കൊരു ഉന്നതി കിട്ടുകയല്ല കുട്ടി. ഇത്രയും പഠിച്ചിട്ട് ബാലേട്ടിന് നല്ലൊരു ജോലി ഉണ്ട് മുത്തശ്ശി. അവിടെ ചെന്ന് പറമ്പിൽ കിളച്ചാ മതിയോ? ഇതിലും ഭേദം അതാന്നാ എനിക്കിപ്പൊ തോന്നുന്നു. ചന്ദ്രേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്. എന്താ വിശേഷം? ഒരു ബസ് വാങ്ങിക്കാൻ ആലോചിക്കാത്രേ. കൊള്ളാലോ. അല്ലേലും അവൻ എടുക്കനാ, സ്നേഹമുള്ളവനാ. ഒരു ബസ് വാങ്ങിക്കാന്ന് വെച്ചാ വലിയ കാശാവില്ലേ രാധേ? അത് ഞാൻ കത്ത് വായിക്കാം. ബഹുമാനപ്പെട്ട മുത്തശ്ശിക്ക് നമസ്കാരം. 64 മോഡൽ ഫോർഡ് വണ്ടി ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷനാണ്. ഗിയർ ബോക്സിനും തകരാറൊന്നുമില്ല. റീസ്റ്റോർ ചെയ്ത 1/6 ടയറുണ്ട്. ബോഡിക്ക് കുറച്ച് റിപ്പയർ ഉണ്ട്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. കുറച്ച് രൂപ കയ്യിലുണ്ട്. കുഞ്ഞിക്കണ്ണൻ ഡ്രൈവർ ഷെയർ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മുത്തശ്ശി ബാലനോട് പറഞ്ഞ് 15,000 രൂപ ഉടനെ ശരിയാക്കി തരണം. ബാലന്റെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ലെങ്കിൽ അവന്റെ പേരിലുള്ള 8 സെന്റ് സ്ഥലം പണയപ്പെടുത്താൻ മുത്തശ്ശി അവനോട് പറയണം. എന്റെ മുത്തശ്ശിക്ക് ഈശ്വരാനുഗ്രഹത്താൽ അസുഖമൊന്നുമില്ലെന്ന് സമാധാനിക്കുന്നു എന്ന് സ്വന്തം ചന്ദ്രൻ. ബസ് ഓടി തുടങ്ങിയാൽ സ്ഥലം തിരിച്ചെടുക്കാവല്ലോ അല്ലേ മുത്തശ്ശി? നടന്നത് തന്നെ. നീ ഒന്നും മിണ്ടണ്ട. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. എന്നെ കെട്ടാൻ ആര് സ്ത്രീധനമൊന്നും കൊടുത്തില്ലല്ലോ. സ്ത്രീധനം കൊടുക്കാൻ എന്തുണ്ടായിരുന്നു? 1/2 ഏക്കർ കാടോ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞല്ലേ ഞങ്ങൾ തന്നെ വിവരം അറിഞ്ഞത്? ഒരു നല്ല കാര്യത്തിനല്ലേ കുട്ടി ചന്ദ്രൻ ചോദിക്കുന്നു. ഞങ്ങള് നന്നാന്നുള്ള കണ്ണുകടിയാ മുത്തശ്ശി അവക്ക്. എന്തെങ്കിലും പറ്റിപ്പോയ ചേച്ചിക്ക് ചന്ദ്രേട്ടന്റെ വീടുണ്ടല്ലോ. ഇപ്പൊ തന്നെ കുട്ടികളുടെ ഫീസ് കൊടുക്കാനും ചെലവ് നോക്കാനും ബാലേട്ടന് എത്ര ബുദ്ധിമുട്ടുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് പിടിക്കുന്നില്ല, അതെനിക്ക് അറിയാവടി. കുട്ടികളെ ഇത്തിരി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയാ നിന്റെയൊക്കെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കിടക്കുന്നത്. ചുമ്മാ അല്ല ഒരുത്തനും തിരിഞ്ഞു നോക്കാത്ത. ഇതല്ലേ മനസ്സിലിരിപ്പ്? എന്തായാലും 8 സെന്റ് തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. 3rd ബെഡ്റൂം അത് ഇവിടെ വരും. അതും ബാത്ത് അറ്റാച്ച്ഡ് ആയിക്കോട്ടെ. ആവാലോ. അല്ലെ ഈ 2 നിലയുള്ള വീടാകുമ്പോ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ? ഒരു 6 അടി മതിയാവും. ഉറപ്പുള്ള മണ്ണായതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും 2 നില വേണം. അപ്പൊ എന്താ പരിപാടി? എനിക്ക് സമയമായി. സാറേ, പിന്നെ ഈ ലോണൊക്കെ സാങ്ഷൻ ആവാൻ വേണ്ടി ആ. ആഫീസർമാർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം എന്നാ പറയുന്നത്. അതിനെന്താ കൊടുക്കണം? കൊടുക്കാം. ആ. പക്ഷെ അവിടെ വരെ പോകാനുള്ള സമയം കിട്ടില്ല. അല്ല സാറേ, ഈ കൈക്കൂലി കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ആശാരിമാരുടെ ഒക്കെ ഇപ്പൊ കൂലി എന്താ? അതെ അതെ, എന്തായാലും വേണ്ടില്ല, സംഗതി നടന്നു കിട്ടിയാൽ മതി. ശരി, പിന്നെ കാണാം. അല്ല, ഇതെന്താ ഇവിടെ? പാടില്ലേ? ഈ ഭാഗത്ത് നിരോധനം വല്ലതും ഉണ്ടോ? രാവിലെ തന്നെ ഉടക്കാണല്ലോ. ഇതെന്റെ പ്രോപ്പർട്ടിയാ. ഒരു വീട് വെക്കാൻ പോകുന്നു. 2 നില വേണമെന്ന് ഉദ്ദേശിക്കുന്നത്. സന്തോഷം. അപ്പോ ഇനി ഈ വഴി കൂടി നടക്കാൻ പറ്റാതാവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എന്താ പേര്? അറിഞ്ഞിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രയോജനത്തിനൊന്നുമല്ല, ഏതായാലും ഇത്ര ആയ സ്ഥിതിക്ക്
എത്രയായ സ്ഥിതിക്ക്? അയ്യോ കേറി ഉടക്കല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ. പാവപ്പെട്ട വെറും ഒരു മര്യാദക്കാരൻ. പരിചയപ്പെട്ട സ്ഥിതിക്ക് പേരറിയാമല്ലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അനിത. നല്ല സ്റ്റൈലം പേര്. പോട്ടെ, സമയായി. ആ. ദേ, ദേ, ഒരു മിനിറ്റ്. അല്ല എവിടാ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. അല്ല എവിടാ വർക്ക് ചെയ്യുന്നത്? അൽഹുത്തമ സ്കൂളിൽ ടീച്ചറാ. ഏ? ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അയ്യോ എന്റെ ചേച്ചിയുടെ 2 പിള്ളേർ എവിടെ പഠിക്കുന്നത്? ആണോ? ഏത് ക്ലാസ്സിൽ? പിന്നെ തേർഡില് മൂത്തവള് മിനി, സെക്കൻഡില് രണ്ടാമത്തെ ദിവ്യ. രണ്ടും എന്റെ ക്ലാസ്സാ. പോട്ടെ, നേരം വൈകി. അല്ല വീട്ടിൽ നിന്ന് വിളമ്പരം നടന്നാ വന്ന്? ഈ പ്രായത്തിലല്ലാതെ തന്നെ എപ്പോഴാ നടക്കുക? ആരായാല്? എനിക്കറിയില്ല. അറിയാത്തവർ തമ്മിൽ സംസാരിച്ചല്ലോ. വഴി ചോദിച്ചതാ. അല്ല, വീട്ടിൽ നിന്ന് നടന്നാണോ വരുന്ന ചോദിക്കുന്ന കേട്ടു. ഒന്നുമില്ല. ഇല്ലാത്തോണ്ടാക്കി ടീച്ചേഴ്സിനോട് പറഞ്ഞു കിണിക്കത് വാ. അമ്മേ, എന്റെ ഷൂ എവിടെ അമ്മേ? സ്കൂളിൽ ബെല്ലടിക്കാറായി. ആഹാ, പണി എത്രയല്ലേ ആയുള്ളൂ? ഇത്ര നേരത്തെ പോയി പിള്ളേരോട് വഴക്കൂടാനായിരിക്കും. വൈകുന്നേരം ഉടുപ്പയിലൊക്കെ ചെളിയാക്കിക്കൊണ്ടിഞ്ഞു വാ. നിന്നെ ഞാൻ നല്ല പെടപെടയ്ക്കും. എന്നെയും പഠിക്കും അമ്മേ? ഇല്ല, എന്റെ മോനെ അമ്മയുടെ തങ്ക കുടമല്ലേ. നിന്റെ കളർ പെൻസിൽ എടുത്തു? എടുത്തു. കൊറേ നേരം ആയാലും ഒരുങ്ങാൻ തുടങ്ങിയിട്ട് എന്ത് പറ്റി? ഇതെന്താ ചേച്ചി, വൃത്തിയുള്ള യൂണിഫോം അല്ലേ കുട്ടികൾക്ക്? അതിനിത് മുഷിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ലാന്ന് കാണുന്നവർക്കോട് തോന്നണ്ടേ? നല്ല ഇസ്ത്രീകൾ ഉടുപ്പിട്ട് കൊടുത്തേ. ഇതേ ദാരിദ്ര്യവാസിയുടെ വീട്ടിലെ പിള്ളേരെ പോലെ തോന്നില്ലേ? ഇതെങ്കിലും ഒറ്റ ദിവസമായിട്ടുള്ളൂ ബാല. ഒറ്റ ദിവസം പോരെ മുഷിയാൻ? അലക്കി തേച്ച ഉടുപ്പിട്ട് നല്ല വൃത്തിയിൽ വേണം കുട്ടികളെ സ്കൂളിലേക്കാൻ. ഇത് എത്ര പേര് കാണുന്ന? പോകുന്ന വഴിക്ക് ഞാൻ തന്നെ ഇവരെ സ്കൂളിലാക്കിയേക്കാം. അപ്പൊ ചേട്ടൻ ലേറ്റ് ആവില്ലേ? ലേറ്റ് ആയിക്കോട്ടെ, അതിനേക്കാൾ വലിയ കാര്യമാണ് കുട്ടികളെ സ്കൂളിലാക്കുക. തന്നെയുമല്ല ഇവരെ ഒറ്റ സ്കൂളിൽ അയക്കരുത്. പേപ്പറിലെ കാണുന്നില്ലേ കുട്ടികളെ സന്യാസിമാരെ പിടിച്ചോണ്ട് പോയി? ശരിയാ ശരിയാ. അതിപ്പോ ഇന്നാണോ ചേട്ടൻ വായിക്കുന്നത്? അവൻ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നത് നിനക്കെന്താ? സ്നേഹമുള്ളവർ അങ്ങനെയാ. ഓ, അവളൊരു വലിയ വായത്തിലെ കാര്യം. ആ കുട്ടികളെ ഉടുപ്പ് മാറ്റിത്തരാം. എളുപ്പം. ആകപ്പാടൊരു മാറ്റം ഉണ്ടല്ലോ. നീ പോയി വെള്ളം. വേഗം നടക്കണം, എനിക്ക് ഓഫീസിൽ പോകാൻ വൈകി. ഞങ്ങൾ നടന്നോളാം. മാമ പോയിക്കോ. മാമൻ എന്തിനാ ഞങ്ങളോട് വരുന്നേ? അധിക പ്രസംഗം പറഞ്ഞ ഒറ്റ വീക്ക് വെച്ച് തരും കേട്ടോ. പറഞ്ഞേ. India is my country. India is my country. All Indians are my brothers and sisters. I love my country. And I'm proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect, and treat everyone with courtesy. My country, and my people, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടീസ്. എനിക്കറിയാലോ. ആ ക്ലാസ്സിൽ പൊയ്ക്കോ. വികൃതി വല്ലതും കാണിച്ചാ ടീച്ചർ തല്ലും. ആ പൊയ്ക്കോ. അതെ, ഈ കുട്ടികളെ തല്ലാറുണ്ടോ? ആവശ്യം വരാറില്ല. അയ്യോ തല്ലണം. ചെറിയ കുട്ടികളെ നല്ലോണം തല്ലണം. മൂത്തവള് മഹാവികൃതിയാണ്. ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ഇഷ്ടം പോലെ തല്ലിക്കും. വെറുതെ തല്ലാൻ ഒരു പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. അല്ല, അനുസരണൊക്കെ ഉണ്ട്, തല്ല് തന്നെ നല്ല വരുന്നത്. ഒരു അടിത്തറ ഇല്ലെങ്കിൽ പഠിത്തം ശരിയാവില്ല. ചിലപ്പോ രാത്രി 12 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ഇവരെ ഇംഗ്ലീഷും കണക്ക് പഠിപ്പിക്കാറുണ്ട്. ആ 2 വിഷയത്തിലാണ് കുട്ടികൾ മോശം. ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അതെ, പിന്നെ ഞാൻ ഈ വാൾ പേപ്പറിന്റെ ക്യാൻവാസിങ് നിർത്തി. ഇപ്പൊ ഓഫീസിലെ കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഉടനെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കണം.
ഇതാ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും. അതായത് കുട്ടികളിപ്പോ വീട് കാണിച്ചാൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ എന്തെന്നാലും എന്നെ വിളിച്ചറിയിക്കണം. മടി വിചാരിക്കരുത്. എന്റെ സിസ്റ്ററിന്റെ കുട്ടികളാണ്. അപ്പൊ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവരുടെ ഭാവി ഞാൻ പറഞ്ഞേ. അനിതേ, വഴി ഇതുവരെ പറഞ്ഞു കൊടുത്തില്ലേ? ഇന്നലെ നിന്നോട് വഴി ചോദിച്ച പാർട്ടിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനിതേ. ഹലോ, എനിക്കാണോ? വെൽക്കം പ്രൊഡക്ട്സ് ഹിയർ. മേ ഐ നോ ഹൂ സ്പീക്കിംഗ്? ഒന്ന് ചുമ്മാരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോള് വരെ. എന്ത്? അതെ, TP ബാലഗോപാലിനെ വേണമെന്ന് എന്നെ വിളിച്ചാൽ മതി. ഹലോ, ബാലഗോപാലനാ? കൊടുക്കാം. സോറി. യെസ്, TP ബാലഗോപാലൻ ഹിയർ. എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ടാടാ? നീയായിരുന്നു? അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന്. അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് സാറിന്ന് വൈകുന്നേരം ഒന്നും വായി നോക്കാതെ വീട്ടിലെത്തണം. വൈകരുത് കേട്ടോ. ഇല്ല. ഓക്കെ. ഇത് നടന്ന പറശ്ശിനി മടപ്പുരയ്ക്കല് തിരുവപ്പനെയൊക്കെ എത്തി ആടിച്ചോളാമേ ഭഗവാനെ രക്ഷിക്കാം. അതൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അല്ല, ഒന്ന് അവിടെ നിന്നാ തിരക്കടില്ലായിരുന്നു. ചായ കൂടിയല്ല, പെണ്ണ് കാണലാണ് ഉദ്ദേശം. അത് മനസ്സിലായി കാണുമല്ലോ. ചായ കുടിക്കാം. അല്ല, വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഊമയാണോ, വിക്കുണ്ടോ, മുടന്തിയാണോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? എന്താ കുട്ടിയുടെ പേര്? പേരറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, വിക്കുണ്ടോ എന്ന് പരിശോധിക്കാനാ. ഇതുവരെ വിക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ ഭാവിയിൽ വിക്കുണ്ടായി കൂടന്നില്ല എന്ന അർത്ഥം. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ക്ഷമിക്കണം, ഞാൻ സ്കൂളില് കുട്ടികളെ കൊണ്ടുവരാൻ പോയി. കുറച്ച് വൈകിപ്പോയി. കുറെ നേരം വന്നിട്ട് ഇല്ല. ഇതാണ് ഗൃഹനാഥൻ. നമസ്തേ. പെൺകുട്ടിയെ കണ്ടു. ഒരു ഇടനിലക്കാരെന്നുള്ള നിലയിൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ സംസാരിക്കൂ, ഞാൻ മാറിയിക്കാം. വേറെ നല്ല സാഹചര്യമൊന്നും ഇല്ലായിരുന്നു എടുത്തു കൊടുക്കാൻ. ചേച്ചി ഒന്ന് നോക്കണ്ടേ? ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല. പയ്യൻ മുനിസിപ്പൽ ഓഫീസിൽ ഒരു ഗുമസ്തന. ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ട്. ദേവിയെ ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അത് പിന്നെ പറയണോ? സാറിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ എന്താ ഉള്ളത് നാരായണൻകുട്ടിക്ക് അറിയില്ലേ? വിലപേശലിന് ശേഷമുള്ള കണക്കനുസരിച്ച് 10 പവന്റെ ആഭരണം, 10,000 രൂപ. ഇനിയും വേണ്ട. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ. അല്ല, ഇതൊരു വലിയ ഡിമാൻഡാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ എന്റെ സ്ഥലം ഞാനങ്ങ് വയ്ക്കാം. യോഗം ഉണ്ടെങ്കിൽ സ്ഥലമൊക്കെ നമുക്ക് പിന്നീട് വാങ്ങാം. പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെന്ന് എനിക്കറിയാം. അനുവദിച്ചാൽ ഞാൻ പറയാം. പറഞ്ഞോ. ധൈര്യമായി പറഞ്ഞോളൂ. പറഞ്ഞോട്ടെ. പറഞ്ഞേ. എനിക്ക് അയാളെ പിടിച്ചില്ല. ഇനി കളക്ടർ വരണമായിരിക്കും. പിന്നീട് വഷളാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഇനി നമ്മൾ ആലോചിച്ച് തല പൊണ്ണാക്കണ്ടല്ലോ. ഞാൻ അവരോട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോളാം. എന്താ അതിന്റെ ഭാവം? നീ വലിയ ലോ സുന്ദരിയാണെന്നാണ് വിചാരം? പിടിച്ചില്ലാത്രേ. ആ ചെറുക്കന് നീയുടെ കുഴപ്പം എന്താടി? ആ 8 സെന്റ് സ്വന്തമാക്കിയതിന്റെ പുറകിൽ ബാലേട്ടിന്റെ എത്ര കാലത്ത് അധ്വാനം ഉണ്ടെന്ന് എനിക്കറിയാം. What is the spelling of price? Nisha? Prize. Good. What is the spelling of glad? Naveen? GLAD. Okay. Now, Divya spell sorry. CORRY.
വാട്ട്? ഓ 0 രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ട് എന്താ തെറ്റുന്നത്? അങ്കിള് രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴേ അങ്കിള് വരിക. ഓഹോ, അത് ശരി. ടീച്ചറിന് ഒരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആ, ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ. ഹലോ, ഞാനാണ് TP ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നത്? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞ മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം. വിരോധമില്ലെങ്കിൽ കാണാം. ഓക്കെ ഓക്കെ. ആരായി ബാലഗോപാലൻ? അത് അത് എന്റെ ഒരു കസിനാണ് സർ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അകത്ത് വരൂ. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ സ്പോട്ട് കണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്ന എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് അത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതാ പ്രശ്നം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ എനിക്ക് ട്യൂബെല്ലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ട്യൂബ് വെല്ല് എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ. പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്. ഓ, അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് വെല്ല് വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി. ഈ ട്യൂബിൽ വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതും പറയാം. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമേ മുകളിലാവുന്നതാണോ താഴെയാവുന്നതാണോ നല്ലത്? മുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ആകാശത്തോ? കളി പറഞ്ഞല്ലേ. മുകളിലാവുമ്പോ ഊണും കഴിഞ്ഞ് 2 കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റുകൊള്ളാം. ഒരാൾക്കിരിക്കാൻ ഇതിന് 2 കസേര? ഒരാളല്ല, 2 ആളുണ്ടാവും. ഉണ്ടാവണമല്ലോ അല്ലേ? എനിക്കെന്തറിയാം. ബാക്കി നാളെ പറയാം. എന്ത് ഇവിടെ അടുത്ത് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. പിന്നെ കാണാം. മതി ചന്ദ്ര. പോരെ മുത്തശ്ശി, നല്ല വെണ്ണ പോലെ ആവണം. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മുത്തശ്ശിയുടെ പല്ലിന് ഒരു കുഴപ്പവും വരരുത്. ഈ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ പിന്നെ എന്തിനാ മുത്തശ്ശി? ഇത് ചൊറിയണോ? സുഖമുണ്ടോ മുത്തശ്ശി? ഇങ്ങോട്ട് വരാൻ. ഞാനിപ്പോ വരാം മുത്തശ്ശി കേട്ടാ. ഇപ്പൊ വരേ. എന്തേ വെറുതെ തള്ളെ മണി അടിക്കുന്ന എന്തിനാ? വേറെ ജോലിയൊന്നും ഇല്ലേ? കാര്യങ്ങൾ നടക്കണ്ടേ? ആ തൊട വിചാരിച്ചപ്പോൾ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ ബാലനാണെങ്കിൽ ഒരു ശുദ്ധ ഭാവ. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട അലിയുന്ന മനസ്സാവൻ്റെത്. ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ, ഇല്ല രാക്ഷസി ദേവി. എന്നാ അവളെ കൈപിടി അടിക്കുക. അങ്ങോട്ടേ അല്ലേ മണിയുടെ അനക്കം കേട്ട കാര്യം മനസ്സിലാവും അവക്ക്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? 10,500 റുപ്യ കളക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. എനിക്ക് അധികമൊന്നും വേണ്ട, ഒരു 15,000 റുപ്യ കിട്ടിയാൽ മതി. 15,000 രൂപയ്ക്ക് ഞാൻ എവിടെ പാനാ? കുറെ നിന്റെ കുഴപ്പം നല്ല പറയടി. ഓരോ പെങ്ങന്മാര് ഭർത്താക്കന്മാരെ സഹായിക്കാൻ വേണ്ടി ആങ്ങളന്മാരെ കൈമണി അടിച്ച് കാര്യം സാധിക്കുന്ന കാണുമ്പോ ഇങ്ങനെ കൊതിയാവുക. ഇവിടെ ചൊപ്പട്ട 15,000 റുപ്യക്ക് വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പടിക്കുന്ന കയറി ഇറക്കുന്നത്? ഞാനിപ്പോ എന്ത് വേണം? നീ എന്ത് ചെയ്യണമെന്നോ? നീ കുറെ കരി, കുറെ ബഹളം വെക്കി, നെഞ്ചത്തിടിക്ക്. നെഞ്ചത്തിടിക്ക് വളരെ സൂക്ഷിച്ചു വേണ്ടിട്ടോ എനിക്ക് പണിയൊക്കെ കേട്ടോ.
എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കുമെന്ന് കാണുമ്പോൾ നീ എനിക്ക് കണ്ടടിക്ക്. സമയമില്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞെത്തു. ഞാൻ പോട്ടെ, എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല. വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. ഊണ് കഴിച്ചിട്ട് പോകും. മീൻകറി നിൽക്കുന്നുണ്ടോ? ആ മീനൊന്നുമില്ല. മീൻകറി ഒന്നും ഇല്ലേ? എന്നാ കുറച്ച് ഊണ് കഴിക്കല്ലേ? വാ വാ പാടി. ടീച്ചർ ഇതാ ഇത് നോക്കൂ, ഇതാ ഞാൻ പറഞ്ഞത്. അനിത ടീച്ചർ, പ്രിൻസിപ്പൽ വിളിക്കുന്നു. പോയിട്ട് വരും. എന്താ സർ? പേടിക്കാനൊന്നുമില്ല. SMC ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഒരു ചെറിയ അറ്റാക്ക്, അത്രയുള്ളൂ. അതിനെന്താ, പോണെങ്കിൽ പറ്റുള്ളൂ. ഒന്ന് ഫോൺ ചെയ്യട്ടെ. യെസ്, ബാലഗോപാൽ ഹിയർ. വിഷമിക്കാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. ഏത് ഹോസ്പിറ്റലാ? ശരി, ഞാനിപ്പോ തന്നെ വരാം.